ഇന്ന് ഉറങ്ങി എണിച്ചപ്പോൾ കണ്ടത് റഷീദേട്ടൻ ചായ കുടിക്കാനാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ പണിക്ക് പോകണം, അവിടെ കുടിവെള്ളം കിട്ടില്ല കേട്ടോ. അപ്പോൾ റൂമിൽ നിന്ന് തന്നെ വെള്ളം കൊണ്ടുപോവാണ്. നമ്മൾ ക്യാമ്പിൽ നിന്ന് എവിടെ പണിക്ക് പോവാണെങ്കിലും കുടിവെള്ളം കയ്യിൽ കാണും. എല്ലാവരും പണിക്ക് പോകാനായിട്ട് വണ്ടിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിർത്തിയിട്ട വണ്ടികളാണത്. ഞങ്ങൾക്ക് പോകാനുള്ള വണ്ടി വന്നു, ഞാനതിൽ കയറി. അങ്ങനെ പണിസ്ഥലത്തേക്ക് എത്തി. ഒരു അരമണിക്കൂർ റണ്ണിങ് ഉണ്ട് നമ്മുടെ ക്യാമ്പിൽ നിന്ന് പണിസ്ഥലത്തേക്ക് കേട്ടോ. നല്ല മഴക്കാറുണ്ട്, അപ്പം ഇന്ന് മഴ വരുന്നു തോന്നുന്നു. പക്ഷെ ഇവിടുത്തെ മഴ കാര്യമില്ല. വണ്ടിൻ്റെ ഡോറ് തുറന്നു. അങ്ങനെ രാവിലെ വണ്ടിൻ്റെ മണിക്കൂർ മാനേജർക്ക് അയക്കണം. അപ്പം ഞാനതിൻ്റെ ഫോട്ടോ എടുക്കുന്നതിൻ്റെ പരിപാടിയാണ്. ഇന്നലെ വന്ന ബംഗാളിയല്ല ഇന്നിപ്പോൾ വേറെ ആളാണ് വരുന്നത്. പാവം ഇത്തിരി വയസ്സായ ആളാണ്, ഒരുപാട് ദൂരം നടന്നു വരികയാണ്. ഇവിടെ കൂടുതലും ബംഗാളികളാണ് ഇങ്ങനത്തെ പണിക്ക് ഇവിടെ കൂടുതലും. അങ്ങനെ ഞാൻ പണി തുടങ്ങി. എന്നത്തെയും പോലെ റോഡ് അടിക്കുകയാണ്. നമ്മൾ പുതിയ റോഡ് വരികയാണ് ഇതിൽ കൂടെ. അപ്പോൾ ഈ സൈഡ് നമ്മൾ പൊട്ടിച്ചിട്ട് ലെവലാക്കുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ബീച്ച് റോഡാണ്. അതായത് ഈ റോഡ് നേരെ പോണത് ബീച്ചിലേക്കാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ടൂറിസ്റ്റിൻ്റെ സമയമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് സ്ഥലത്തു നിന്ന് ആൾക്കാർ നല്ല അടിപൊളി കാറിൽ ഇങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരും ബീച്ചിലേക്കാണ് പോണത്. നമ്മുടെ നാട്ടിലുള്ള വണ്ടീനെ പോലെ അല്ലാതെ നല്ല അടിപൊളി വണ്ടികളൊക്കെ കാണാം. ഞാനിവിടെ ഫെറാറി, അതുപോലെ ഡോഡ്ജിൻ്റെ റോൾസ് റോയ്സ് കണ്ടിട്ടില്ല, ഹമ്മർ കണ്ടു. അതുപോലെ ഒത്തിരി നമ്മുടെ നാട്ടിൽ കാണാത്ത അടിപൊളി വണ്ടികൾ ഇവിടെ കാണാറുണ്ട്. കൂടുതലും സ്പോർട്സ് കാറാണ് ഇവിടെ കൂടുതലും കാണുന്നത്. അങ്ങനെ ഒറ്റയ്ക്ക് ടൂറ് വഴിയെല്ലാം കഴിഞ്ഞിട്ട് പണി തുടങ്ങുന്ന സമയത്താണ് വണ്ടിയുടെ ഒരു കംപ്ലൈൻറ്റ് നോക്കാൻ കമ്പനിയിൽ നിന്ന് ആൾ വന്നിട്ടുണ്ടായി. വന്നിരിക്കുന്നത് കുറയുന്ന വന്നിട്ട് ആൾക്കാർ. അങ്ങനെ വഴി കൂടെ പോണ വണ്ടി നോക്കി ഞാൻ ഇങ്ങനെ പണിയെടുക്കുകയാണ്. അപ്പോഴാണ് ഇന്നലെ ബുൾഡോസർ കൊണ്ടുപോയ ലോറി അതിൽ പോകാനുള്ളത്. കൊറിയക്കാരെല്ലാം നല്ല അടിപൊളിയാണ് കേട്ടോ. എന്നോട് നന്നായി ചിരിച്ച് സംസാരിച്ചു കേട്ടോ. ഞാൻ പിന്നെ നമ്മുടെ പാലക്കാട് രീതിയിൽ എനിക്ക് അറിയണ ഹിന്ദിയിൽ എന്തൊക്കെയോ അവരോട് പറഞ്ഞു. അവർക്കൊന്നും മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. എൻ്റെ കൂടെ ഒരു മലയാളി ഉണ്ടായിരുന്നു. പിന്നെ ചോറുണ്ട് കഴിഞ്ഞാൽ എന്നത്തെയും പോലെ ഇന്ന് റെസ്റ്റൊന്നുമില്ല. ഞാനങ്ങനെ നാട്ടിലെ കാര്യം, വീട്ടിലെ കാര്യം, കൂട്ടുകാരനെയൊക്കെ ആലോചിച്ചിട്ട് എന്നത്തെയും പോലെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്നലെ എൻ്റെ അവിടെ നിന്ന് പോയ ബുൾഡോസർ വീണ്ടും തിരിച്ചു വന്നു. അവന് അവിടുത്തെ പണി കഴിഞ്ഞിട്ട് എൻ്റെ അവിടെ കുറച്ച് പണിയുണ്ട്, അത് ചെയ്യാനായിട്ട് വരികയാണ്. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് പണിയെടുത്ത് വൈകുന്നേരം ആയത് അറിഞ്ഞില്ല. ഞങ്ങളുടെ പണി കഴിയാൻ സമയമായി. അങ്ങനെ ഇന്നത്തെ പണി കഴിഞ്ഞു. വണ്ടി അങ്ങനെ ഒതുക്കിയിട്ടാ. ഇനിയിപ്പോൾ പോണ കാര്യമാണ്. പോകാനായിട്ട് വരുവായിരുന്നു. പോകാനുള്ള വണ്ടി വന്നു. അങ്ങനെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ റൂമെത്തി. ഇതാ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ വൈകുന്നേരത്തുള്ള കാര്യങ്ങൾ നോക്കണം.